മുസ്ലിം സമൂഹം ഇന്ന് ഈദ് ഉൽ ഫിത്തർ ആഘോഷിക്കുകയാണ്. ഒരു മാസക്കാലത്ത് വ്രതാനുഷ്ഠാനത്തിന് ശേഷമാണ് മുസ്ലിം സമൂഹം ഇന്ന് ഈദ് ഉൽ ഫിത്തർ ആഘോഷിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസം നമ്മൾ പ്രാർത്ഥനയിലായിരുന്നു, നമസ്കാരത്തിലായിരുന്നു, നോമ്പിലായിരുന്നു. അതോടൊപ്പം തന്നെ പാതിരാവുകളിൽ പടച്ചറപ്പുമായുള്ള മുനാജാത്ത് നാം നടത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഒരു വർഷത്തെ ജീവിതത്തെ ഓഡിറ്റ് ചെയ്ത് ആത്മപരിശോധനയോടുകൂടിയാണ് നാം നമ്മുടെ ആരാധനകളെല്ലാം നിർവഹിച്ചത്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാകും, മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിനെ കുറിച്ച് പറയുന്നിടത്ത്, അതുപോലെ തന്നെ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞെടുത്ത്, മൻ സോമ റമളാന ഈമാനൻ വഹ്തിസാബൻ, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ. യാന്ത്രികമായ ഒരു കർമ്മമല്ല നമ്മൾ നിർവഹിച്ചത്. വളരെ വീണ്ടും വിചാരത്തോടുകൂടി സ്വന്തം ജീവിതത്തെ ഓഡിറ്റിങ്ങിന് വിധേയമാക്കി ആത്മപരിശോധനയോടുകൂടിയാണ് നമ്മൾ ഓരോരുത്തരും വ്രതമനുഷ്ഠിച്ചത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ആ അർത്ഥത്തിൽ കഴിഞ്ഞ ഒരു മാസം എന്ന് പറയുന്നത് ആത്മസംസ്കരണത്തിന്റെ നാളുകളാണ് നമ്മൾ ഓരോരുത്തരും പിന്നിട്ടത്. തീർച്ചയായിട്ടും നാം നേടിയെടുത്ത ജീവിത വിശുദ്ധി കൈവരിച്ചതിന്റെ ആഹ്ലാദ പെരുന്നാളാണ് യഥാർത്ഥത്തിൽ ഈദ് ഉൽ ഫിത്തർ എന്ന് പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിൽ ഉറച്ചു നിന്നുകൊണ്ട് നാം നമ്മെ മാറ്റിയിടുകയാണ്. അതുകൊണ്ട് തന്നെ ഈദ് ഉൽ ഫിത്തറിനെ നമ്മൾ ഓരോരുത്തരും ഈദ്ഗാഹുകളിലേക്ക് വരുമ്പോൾ നമ്മുടെ അധരങ്ങളിൽ മുഴങ്ങിയത് തക്ബീർ ധ്വനികളാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നാം പ്രഖ്യാപിച്ചതെന്താണ്? അല്ലാഹുവാണ് വലിയവൻ എന്നാണ്. അല്ലാഹുവാണ് വലിയവൻ എന്ന് നമ്മൾ ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ്. ഇതൊരു വിശ്വാസിയുടെ സത്യവിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ്. ഇതൊരു വിശ്വാസിയുടെ നിലപാടിന്റെ പ്രഖ്യാപനമാണ്. ഇതൊരു മാസക്കാലത്തെ ആത്മസംസ്കരണത്തിന് ശേഷം ജീവിതത്തിൽ ഒരു പൈശാചികതയ്ക്ക് ഞങ്ങൾ വഴങ്ങുകയില്ല എന്ന പ്രഖ്യാപനമാണ്. സ്വന്തം ദേഹേച്ഛയോട് ഒരു മാസക്കാലം വ്രതാനുഷ്ഠാനത്തിലൂടെ സ്വന്തം ദേഹേച്ഛയോട് പൊരുതിയ ഒരു വിശ്വാസിയുടെ വിജയാഹ്ലാദത്തിന്റെ പ്രഖ്യാപനമാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് ഒരു വലിയ ആശയമാണ്. അത് അധരങ്ങളിലെല്ലാം മുഴങ്ങേണ്ടത്, അത് ഹൃദയങ്ങളിലാണ് മുഴങ്ങേണ്ടത്, അത് അധരങ്ങളിലെല്ലാം മുഴങ്ങേണ്ടത്, അത് ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലുമാണ് മുഴങ്ങേണ്ടത് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. നമുക്കറിയാം, ഈദ് ഉൽ ഫിത്തർ, ഈദ് ഉൽ അദ്ഹ രണ്ടാഘോഷങ്ങളാണ് വിശ്വാസി സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. ഈ ആഘോഷങ്ങൾക്കും പശ്ചാത്തലമുണ്ട്. ആ രണ്ടാഘോഷങ്ങൾക്കും തീരാത്ത പ്രചോദനങ്ങളുണ്ട് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ടാഘോഷങ്ങളുടെ സന്ദേശം, ഈ രണ്ടാഘോഷങ്ങളും നമുക്ക് നൽകുന്ന പ്രചോദനം സമകാലിക ലോകത്തെ വിശ്വാസി സമൂഹത്തിന് മുന്നോട്ട് പോകുന്നിടത്ത് ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകമാണ് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ടാകേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഈദ് ഉൽ ഫിത്തർ സത്യവിശ്വാസികൾ ആഘോഷിക്കാനുള്ളതാണ്. അതോടൊപ്പം തന്നെ കുടുംബ സന്ദർശനം നടത്തണം, സുഹൃത്ത് സന്ദർശനം നടത്തണം. അതുപോലെ തന്നെ കൂട്ടുകുടുംബങ്ങൾ ഈദ് ഉൽ ഫിത്തറിന്റെ സന്തോഷകരമായ ആഹ്ലാദ പെരുന്നാളിൽ പരസ്പരം ഒരുമിച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ടാകണം. ഒരു കാര്യം കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷമാണ് നമ്മൾ ഈദ് ഉൽ ഫിത്തർ ആഘോഷിക്കുന്നത്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നോമ്പിനെ നാം ശീലിച്ച ശീലങ്ങളെ ജീവിതത്തിൽ കൈവിടാതെ മുറുകെ പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഈദ് ഉൽ ഫിത്തർ ആഘോഷിക്കേണ്ടത്. അതുപോലെ തന്നെ തുടർന്നുള്ള ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കാം, നോമ്പ് കഴിഞ്ഞോ ഇനി എന്തുമാകാം എന്നുള്ളതല്ല, നമസ്കാരം കഴിഞ്ഞോ ഇനി എങ്ങനെയും ജീവിക്കാം എന്നുള്ളതല്ല. നമ്മൾ അങ്ങനെ ഒരു പൂജ ദൈവസങ്കല്പത്തിൽ വിശ്വസിക്കുന്ന ആളുകളല്ല. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ആചാരങ്ങളിൽ മാത്രം പരിമിതമല്ല. എന്റെ നമസ്കാരം എന്റെ ജീവിതത്തിന്റെ സംസ്കരണത്തിന്റെ വഴിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ്. എന്റെ നോമ്പ് അങ്ങനെയാണ്, എന്റെ സക്കാത്ത് അങ്ങനെയാണ്, എന്റെ വിശുദ്ധ ഹജ്ജ് കർമ്മവും അങ്ങനെയാണ്. അതുകൊണ്ട് ഈ വ്രതാനുഷ്ഠാനത്തിൽ നമ്മൾ ആർജിച്ചെടുത്തിരിക്കുന്ന ക്വാളിറ്റി നമ്മുടെ തുടർന്നുള്ള ജീവിതത്തിൽ നിലനിർത്തുവാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. നമസ്കാരത്തെ കുറിച്ച് എന്താണ് നമ്മൾ പഠിച്ചത്? ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മികച്ചതകളിൽ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന ഒന്നാണ്. നോമ്പിനെ കുറിച്ച് നമ്മൾ എന്താണ് പഠിപ്പിച്ചത്? യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്നുള്ളതാണ്. അതുകൊണ്ട് ജീവിതത്തിലുടനീളം ഈ തഖ്വ നിലനിർത്തുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നോമ്പിന് നമ്മൾ ജമാഅത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട്. നോമ്പിന് നമ്മൾ പാതിരാ നമസ്കാരങ്ങൾ നമ്മൾ നിർവഹിച്ചിട്ടുണ്ട്. നോമ്പിനെ നമ്മൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിയിട്ടുണ്ട്. നോമ്പിന് നമ്മൾ ധാരാളക്കണക്കിന് ദാനധർമ്മം നിർവഹിച്ചിട്ടുണ്ട്. നോമ്പിന് നമ്മൾ സംസാരിക്കുന്നിടത്ത് സൂക്ഷ്മത പാലിച്ചിട്ടുണ്ട്. നോമ്പിന് നമ്മൾ ഇടപാടിൽ നമ്മൾ സൂക്ഷ്മത പാലിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നോമ്പിൽ ഒരു ദീനും നോമ്പ് കഴിഞ്ഞാൽ വേറൊരു ദീനും ഇല്ല.
നോമ്പ് നമുക്ക് വീണ്ടെടുക്കാനുള്ള സന്ദർഭമാണ്. ആ വീണ്ടെടുത്ത മൂല്യങ്ങളെ തുടർന്നുള്ള ജീവിതത്തിൽ പുലർത്തുക, വെച്ചു പുലർത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാലിടറും. ചില ആളുകൾ സാമ്പത്തിക രംഗത്താണ്. ചിലർ പറയും നോമ്പ് കഴിയട്ടെ എന്നിട്ട് നമുക്ക് ഇടപാട് നടത്താം. ഞാൻ പറയുന്നതാ, നോമ്പിനെ നിങ്ങൾക്ക് സാമ്പത്തിക രംഗത്ത് പാലിക്കേണ്ടുന്ന സൂക്ഷ്മത നോമ്പ് കഴിഞ്ഞാലും നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മൾ ഹറാമ് കലരാതിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമസ്കാരത്തിന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കാരത്തെ കുറിച്ച് സ്വഹീഹായ ഹദീസ് എന്താ, മാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസീദു മാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസീദു ഫീ റമളാൻ വലാ ഫീ ഗൈരിഹി അലാ 11 റകഅ. അല്ലാഹുവിന്റെ റസൂൽ 11 റകഅത്ത് നോമ്പാകുമ്പോഴും നോമ്പല്ലാത്തപ്പോഴും നമസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പ്രവാചകന്റെ സ്വഹീഹായ ഹദീസിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നോമ്പ് കഴിഞ്ഞു, ഇനി രാത്രി നമസ്കാരം അവിടെ നിൽക്കട്ടെ എന്നുള്ളതല്ല. പാതിരാവുകളിൽ എണീറ്റ് നിന്ന് നമസ്കരിക്കാൻ നമുക്ക് കഴിയണം. ജമാഅത്തിന്റെ കാര്യത്തിൽ നമ്മൾ വെച്ചുപുലർത്തിയ നിഷ്ഠ അതേപോലെ നിലനിർത്തുവാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് സാധിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നാം പിന്നിട്ട നോമ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? പിന്നിട്ട നോമ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, ഈദ്ഗാഹിൽ എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയുക, നിങ്ങൾ വിശുദ്ധ ഖുർആനിനെ ജീവിതത്തിൽ നെഞ്ചേക്കണമെന്നാണ്. വിശുദ്ധ ഖുർആൻ ഒരു പാരായണ ഗ്രന്ഥമല്ല. ഒരു ജനവിഭാഗത്തിന് ഓരോ മതവിഭാഗത്തിനും ഓരോ മതഗ്രന്ഥമുണ്ട്. ആ പാരായണത്തിന് അതിന്റെ പുണ്യമുണ്ട്. ഞാൻ അതിനെ നിരാകരിക്കുന്നില്ല. വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിന് പുണ്യമുണ്ടോ പുണ്യമില്ലേ എന്ന തർക്കത്തിലേക്ക് ഞാൻ പോകുന്നില്ല. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനുള്ള ഗ്രന്ഥം മാത്രമാണോ? വിശുദ്ധ ഖുർആൻ നമുക്ക് ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പകർന്നു തന്ന വഴികാട്ടിയാണോ എന്ന അടിസ്ഥാന വിദ്യാഭ്യാസം നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഞാൻ ഖുർആനിലെ 3 വചനങ്ങൾ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ വചനം എന്ന് പറയുന്നത് ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമളാനിൽ നിങ്ങൾക്ക് ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത് ഹുദൽ ലിന്നാസ്, മനുഷ്യർക്കുള്ള ഹിദായത്താൻ. മനുഷ്യർക്കുള്ള ഹിദായത്താൻ നിങ്ങൾക്ക് മാത്രമുള്ളതല്ല, ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കുമുള്ള ഹിദായത്തായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അലിഫ് ലാം റാ കിതാബൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ദുൽമാതി ഇലൻ നൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തെ, മനുഷ്യരെ ഇരുട്ടിലേക്ക് നയിക്കാനുള്ള വിശ്വാസം എന്ന് പറയുന്നത്, മതം എന്ന് പറയുന്നത് ഒരുപാട് തെറ്റിദ്ധാരണയിലാണ്. മതത്തെ കുറിച്ച് ഒരുപാട് തെറ്റായ ധാരണ വെച്ചു പുലർത്തുന്ന കാലത്താണ് വിശുദ്ധ ഖുർആനിനെ കുറിച്ച് ഖുർആൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കിതാബൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ദുൽമാതി ഇലൻ നൂർ, യഥാർത്ഥത്തിൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ജനങ്ങളെ നയിക്കാനുള്ളതാണ് വിശുദ്ധ ഖുർആൻ എന്ന് ഖുർആൻ പറയുന്നു. ഒരൊറ്റ വചനം കൂടി ഞാൻ പറയാം, ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. തീർച്ചയായിട്ടും വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ചൊവ്വായ വഴിയിലേക്ക് നിങ്ങളെ നയിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഖുർആൻ ഹിദായത്താൻ, അതുകൊണ്ട് ഖുർആൻ നൂറാണ്, വെളിച്ചമാൻ. അതുകൊണ്ട് ഖുർആൻ യഥാർത്ഥത്തിൽ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും ചൊവ്വായ മാർഗം നമുക്ക് കാണിച്ചു തരുന്നതാണ്. അതുകൊണ്ട് ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഉമ്മത്താണ് മുസ്ലിം ഉമ്മത്ത്. ഞാൻ പറയുക, ആ ഉമ്മത്തിന് അതിജീവനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ വഴിവെളിച്ചം എന്ന് പറയുന്നത് ഖുർആനാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങളുണ്ട്, നമ്മുടെ ജീവിതത്തിൽ പ്രകോപനങ്ങളുണ്ട്, രണ്ടും നമ്മുടെ ജീവിതത്തിലുണ്ട്. നിങ്ങൾക്കറിയാം, നാം നേരിടുന്ന വെല്ലുവിളികളൊന്ന് രാഷ്ട്രീയമാണ്. വംശീയത ലോകത്ത് കത്തുന്നുണ്ട്, ഇന്ത്യയിൽ കത്തുന്നുണ്ട്. അതിന്റെ ഒന്നാമത്തെ ഇരകളിലെന്ന മുസ്ലിം സമുദായമാണ്. ഞാൻ പറയുക, അതിനതിജീവിക്കുക എന്ന് പറയുന്നത് ഒരു വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ വേദഗ്രന്ഥത്തെ മാറ്റി നിർത്തിക്കൊണ്ട് സാധ്യമല്ല. ജീവിതത്തെ പരിശുദ്ധ ഖുർആൻ കൊണ്ട് പ്രശോഭിതമാക്കിയാൽ അതിനെ മറികടക്കാനുള്ള വെളിച്ചവും തെളിച്ചവും നമുക്ക് ലഭ്യമാണ്. രണ്ടാമത് നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ആശയപരമായ വെല്ലുവിളികളാണ്. സാംസ്കാരിക ലിബറലിസം നമ്മുടെ ജീവിതത്തിലേക്ക് ഉപ്പ് നമ്മുടെ വീടിന്റെ അടുക്കളകളിലേക്കും നമ്മുടെ വീടിന്റെ ബെഡ്റൂമുകളിലേക്കും ഇന്ന് പുത്തൊരുക്കായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുക,
ഐഡിയോളജിക്കൽ ഇഷ്യൂവിനെയും ഐഡന്റിറ്റി ഇഷ്യൂവിനെയും ഈ സമൂഹത്തിന് അഭിമുഖീകരിക്കുവാനും അതിജീവിക്കുവാനും അവർക്ക് സാധ്യമാകണമെങ്കിൽ ചരിത്രത്തിൽ പ്രവാചകന്മാർ നടന്ന വഴിയെ വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ വഴിയെ സഞ്ചരിക്കുവാൻ അവർ സന്നദ്ധമാകേണ്ടതാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അതാണ് മൂന്നാമതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. ഒരു കാര്യം ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുന്നത്, പെരുന്നാൾ ആഹ്ലാദത്തിന്റെ സുദിനമാണ്. ഞാൻ പറയുക, ആ പെരുന്നാളിനെ നാം ആഘോഷിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിലെ മുഴുവൻ മനുഷ്യരെയും ചേർത്ത് നിർത്തിക്കൊണ്ടാണ്. നമ്മുടെ ആഘോഷത്തിന്റെ വേളയിൽ, സന്തോഷത്തിന്റെ വേളയിൽ നമ്മുടെ ചുറ്റും നിൽക്കുന്ന മുഴുവൻ മനുഷ്യരെയും നമ്മൾ ചേർത്ത് നിർത്തുക എന്നുള്ളത് പ്രധാനമാണ്. ഞാൻ പറയേണ്ടതില്ലല്ലോ, ഇസ്ലാമോഫോബിയയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വെറുപ്പുൽപാദനം ബോധപൂർവ്വം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹെയ്റ്റ് ലാബിലെ കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം മാത്രം നടന്നത് 1318 ഹെയ്റ്റ് സ്പീച്ചുകളാണ്. ആരാണ് നടത്തുന്നത്? തെരുവിലാറോ അല്ല നടത്തുന്നത്. നമ്മുടെ ഭരണ നിർവഹണവുമായി ബന്ധപ്പെട്ട പങ്കാളിത്തം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ വരെ ഇന്ന് ഹെയ്റ്റ് സ്പീച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളം ഭദ്രമാണ്, നമ്മുടെ കേരളം സുന്ദരമാണ്, നമ്മുടെ കേരളം പ്രബുദ്ധമാണ്, നമ്മുടെ കേരളം ഒരുപാട് സാംസ്കാരികമായി ഔന്നിത്യം നേടിയെടുത്ത ഒരു സംസ്ഥാനമാണ്. പക്ഷെ ഞാൻ പറയുക, നമ്മുടെ കേരളത്തിലും ഹെയ്റ്റ് ക്യാമ്പയിൻ ഒട്ടും കുറവില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അതെല്ലാം എന്താണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഭദ്രമായ സാമൂഹിക ഘടനയ്ക്ക്, സോഷ്യൽ ഫാബ്രിക്കിന് ഡാമേജ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിന്റെ പ്രത്യേകത എന്താ? നമുക്കിടയിലുള്ള ഒരു വൈവിധ്യമാണ്. നമ്മൾ പരസ്പരം ഏകോദര സഹോദരങ്ങളാണ്. ആ അർത്ഥത്തിലുള്ള നമ്മുടെ സാമൂഹിക വൈവിധ്യത്തിനിടയിലാണ് യഥാർത്ഥത്തിൽ അത് വിള്ളലുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്, അത് അകലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യർക്കിടയിൽ, വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത്തരത്തിലുള്ള ആഘോഷത്തിന്റെ ദിനങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യർക്കിടയിൽ അകന്നുകൊണ്ടിരിക്കുന്ന ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിള്ളലുകളെ വിളക്കി ചേർക്കാനുള്ള അവസരമായിട്ട് നാം ഉപയോഗിക്കണം. അകലങ്ങളെ അടുപ്പിക്കാനുള്ള അവസരമായി നമ്മൾ ഉപയോഗിക്കണം. പരസ്പരമുള്ള ആശയക്കുഴപ്പങ്ങളെ ഒരുമിച്ചുള്ള ആശയവിനിമയത്തിലൂടെ അറുതി വരുത്തുവാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഈദുൽ ഫിത്തറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും സന്ദേശമാണ്, ചേർത്തതലിന്റെ സന്ദേശമാണ്. ശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വലാ തസ്തവിൽ ഹസനതു വലാ സയ്യിഅ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ ഫലില്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. ഒരിക്കലും തിന്മയെ നിങ്ങൾ നന്മ കൊണ്ട് അഭിമുഖീകരിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും തിന്മയും നന്മയും സമമാവുകയില്ല. വലാ തസ്തവിൽ ഹസനതു വലാ സയ്യിഅ, തിന്മയും നന്മയും സമമാവുകയില്ല. എത്രമാത്രം ഇസ്ലാമോഫോബിയ ഉണ്ടായി കഴിഞ്ഞാലും, എത്രമാത്രം വെറുപ്പ് രാജ്യത്ത് ഉത്പാദിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാലും, വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് വെറുപ്പിനെ വെറുപ്പ് കൊണ്ടല്ല നമ്മൾ നേരിടേണ്ടത്, തിന്മ കൊണ്ടല്ല നമ്മൾ നേരിടേണ്ടത്. നിങ്ങൾ തിന്മയും നന്മയും ഒരിക്കലും സമമാവുകയില്ല. നിങ്ങൾ തിന്മ ഏറ്റവും നല്ല നന്മ കൊണ്ട് ചെറുക്കുക എന്ന് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമോഫോബിയ ഒരു വേൾഡ് പ്രൊജക്റ്റാണ്. അതുപോലെ തന്നെ ഹേറ്റ് സ്പീച്ച് എന്ന് പറയുന്നത് ബോധപൂർവമായി വംശീയതയുടെ ഭാഗത്തിൽ നിന്നുള്ളതാണ്. അത് സ്നേഹം കൊണ്ട് മാത്രം ചെറുക്കാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. സ്നേഹം കൊണ്ടും സാഹോദര്യം കൊണ്ടും സാമൂഹ്യ കൂട്ടായ്മ കൊണ്ടോ നമുക്കതിനെ മറികടക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയവുമില്ല. അതുകൊണ്ട് മുഴുവൻ മനുഷ്യരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് ഈദ് ഫിത്തർ ആഘോഷിക്കാൻ കഴിയേണ്ടതാണ്. ഇഫ്താർ സംഗമങ്ങൾ നമ്മൾ അങ്ങനെയാണ് നടത്തിയത്. ഞാൻ ഇത്തവണത്തെ ഇഫ്താർ സംഗമങ്ങൾ ആസ്വദിക്കുകയായിരുന്നു. എല്ലാ വൈവിധ്യത്തെയും നാം ഇഫ്താറിന്റെ ഘട്ടത്തിൽ ചേർത്ത് നിർത്തി എന്നുള്ളതാണ്. ഒരു കാര്യം ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്ലാം മനുഷ്യൻ എന്ന് പറയുന്ന ആശയത്തെ ഏറെ ആദരിക്കുന്ന ഒരു ദർശനമാണ്. എല്ലാ മതവൈവിധ്യങ്ങൾക്കും അപ്പുറത്ത്, എല്ലാ മതവൈജാത്യങ്ങൾക്കും അപ്പുറത്ത് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ആശയമുണ്ടല്ലോ. വിശുദ്ധ ഖുർആൻ തന്നെ അതിനെ കുറിച്ച് പറഞ്ഞതാ, വലഖദ് കറംനാ ബനി ആദം. അള്ളാഹു ആദരിച്ച സൃഷ്ടിയാണ് മനുഷ്യൻ. അള്ളാഹു ആദരിച്ച സൃഷ്ടിയാണെന്ന് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങളെ കുറിച്ച് മാത്രമല്ല. ഈ രാജ്യത്ത് കാട്ടിൽ താമസിക്കുന്ന ആദിവാസി ആ മനുഷ്യൻ എന്ന ഗണത്തിൽപ്പെടുന്നുവെങ്കിൽ ആ ആദിവാസിയോട് ആ മനുഷ്യാവകാശം വകവെച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് നമ്മൾ മറന്നുപോകാൻ പാടില്ല. ദലിതൻ ആ അവകാശം വകവെച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് മറന്നു പോകാൻ പാടില്ല. നിറത്തിന്റെ അടിസ്ഥാനത്തിലല്ല, വർണ്ണത്തിന്റെ അടിസ്ഥാനത്തിലല്ല, വർഗത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ഹൃദയാന്തരങ്ങളിൽ കുടികൊള്ളുന്ന വിശ്വാസത്തിന്റെയും മതടിസ്ഥാനത്തിലുള്ള ജീവിത വിശുദ്ധിയുടെയും അടിസ്ഥാനത്തിലാണോ നമുക്ക് ഏതെങ്കിലും അർത്ഥത്തിലുള്ള അധിക പരിഗണന എന്ന് പറയുന്നത്.
നിങ്ങൾക്കറിയാലോ, ഇന്നത്തെ ലോകം പരിഷ്കൃതം എന്ന് അവകാശപ്പെടുന്ന ഘട്ടത്തിലോ നടന്നുകൊണ്ടിരിക്കുന്നത് സംഘർഷങ്ങളാണ്, സംഘട്ടനങ്ങളാണ്, അതുപോലെ തന്നെ കലാപങ്ങളാ. എന്താണ് അതിന് ആധാരം എന്ന് നിങ്ങൾ ചോദിച്ചാൽ, ഒന്ന് വംശത്തിന്റെ പേരിൽ, ദേശത്തിന്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, ജാതിയുടെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ. വംശവും ദേശവും ഭാഷയും ജാതിയും വർണ്ണവും എല്ലാം ഇന്ന് വിവേചനത്തിന്റെ ബേസായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മീതെ മനുഷ്യ മഹത്വം ഉദ്ഘോഷിക്കാൻ ഈ പെരുന്നാൾ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് മനുഷ്യനെ നാം ആദരിച്ചിരിക്കുന്നു എന്ന. വൈവിധ്യം നമുക്കൊരിക്കലും വൈവിധ്യമായി കാണാൻ പാടില്ല, വൈവിധ്യം റിയലൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വലൗ ശാഅ റബ്ബക ലജഅല അന്നാസ ഉമ്മത്തൻ വാഹിദ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഒരേകാത്മക സമൂഹത്തെ സൃഷ്ടിക്കാൻ അല്ലാഹുവിന് കഴിയുമായിരുന്നുവല്ലോ. ഈ വൈവിധ്യം അല്ലാഹു തീരുമാനിച്ചതാണ്. അതേപോലെ തന്നെ ഖുർആൻ പറഞ്ഞു, ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. നിങ്ങൾക്ക് ഞാൻ ഹിദായത്ത് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഉൾക്കൊള്ളാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾക്ക് തള്ളിക്കളയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ വിശ്വാസത്തെ തള്ളിക്കളയാനുള്ള സ്വാതന്ത്ര്യം അല്ല കൊടുത്തതാണ്. വ്യത്യസ്ത മതങ്ങൾ ഉൾക്കൊള്ളാനുള്ള സ്വാതന്ത്ര്യം അല്ല കൊടുത്തതാണ്. മതം വീട്ടാതെ ജീവിക്കാനും ഒരാൾക്കുള്ള സ്വാതന്ത്ര്യം അല്ല കൊടുത്തതാണ്. അവരുടെ ഹൃദയാന്തരങ്ങളുമായി സംവദിക്കാനുള്ള ആശയപരമായ കരുത്താണ് നമ്മൾ ഓരോരുത്തരും ആർജിച്ചെടുക്കേണ്ടത്. അതും ഏറ്റവും നല്ല ഹിദ്മത്തോടെ ഈ മൗഇദത്തുൽ ഹസനയോടും കൂടിയാണ് നമ്മൾ അത് നിർവഹിക്കേണ്ടത്. സത്യം അസത്യവും തമ്മിൽ വളരെ വ്യക്തമായതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഇസ്ലാമിൽ ബലാത്കാരം ഒരാളോടും നിങ്ങൾ ഈ ആശയത്തെ കുറിച്ച് സമ്മർദ്ദം ചെലുത്താൻ പാടില്ല. ഒരൊറ്റ വചനം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ മറ്റൊരു ജനവിഭാഗം വിശ്വസിക്കുന്ന ആരാധനാമൂർത്തികളെ നിങ്ങൾ അധിക്ഷേപിക്കാൻ പാടില്ല. ഞാൻ മതത്തെക്കുറിച്ച് പറഞ്ഞോ, ഞാൻ വൈവിധ്യത്തെക്കുറിച്ച് പറഞ്ഞോ, ഞാൻ മനുഷ്യനെ കുറിച്ച് പറഞ്ഞോ. മനുഷ്യനെ കുറിച്ച ഏറ്റവും ഉജ്ജ്വലമായ കാഴ്ചപ്പാട് ഇസ്ലാം വെച്ച് പുലർത്തുന്നു. മതവൈവിധ്യങ്ങളെ കുറിച്ച് ഖുർആൻ അതിന്റെ കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്നു. മതപ്രബോധനത്തിൽ പാലിക്കേണ്ടുന്ന ദീക്ഷ അല്ലെങ്കിൽ പക്വത വിശുദ്ധ ഖുർആൻ ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഒരൊറ്റ ഉദാഹരണം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. പ്രിയമുള്ളവരെ, മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രൂപീകരിച്ച സമൂഹം, മദീനയിൽ രൂപീകരിച്ച സമൂഹം ജൂതന്മാർ ഉൾക്കൊള്ളുന്ന സമൂഹമാണ്, ക്രിസ്ത്യാനികൾ ഉൾക്കൊള്ളുന്ന സമൂഹമാണ്. അവരെല്ലാവരും കൂടുന്ന ഒരു സമൂഹത്തെയാണ് പ്രവാചകൻ മദീനയിൽ രൂപപ്പെടുത്തിയെടുത്തത്. ഒരു ബഹുസ്വര സാമൂഹ്യ ജീവിതത്തിന്റെ ലോകത്തിനുള്ള ഏറ്റവും വലിയ മാതൃക എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ 14 നൂറ്റാണ്ട് മുമ്പുള്ള പ്രവാചകന്റെ ജീവിതത്തിലേക്ക് വിരൽചൂണ്ടാൻ എനിക്ക് സന്തോഷവും അഭിമാനവും മാത്രമാണുള്ളത്. എങ്ങനെയാണ് ഒരു പ്ലൂറൽ സൊസൈറ്റിയിൽ ഒരു വിശ്വാസിയായ ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കേണ്ടത് എന്ന് മഹാനായ പ്രവാചകൻ പ്രിയമുള്ള സുഹൃത്തുക്കളെ നമുക്ക് പഠിപ്പിച്ചു തന്നോ. 2 കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ പെരുന്നാൾ ആഹ്ലാദത്തിൻ്റെതാണ്, അതോടൊപ്പം തന്നെ മർദ്ദിതരോടുള്ള ഐക്യദാർഢ്യത്തിൻ്റെത് കൂടിയാണ്. വംശപുരി ഈ ലോകത്തും ശക്തമാണ്, നമ്മുടെ രാജ്യത്തും ശക്തമാണ്. NRC എന്ന് തുടങ്ങി SIR അത് വന്നെത്തി നിൽക്കുകയാണ്. SIR നടപ്പാക്കിയതിനു ശേഷം നമ്മുടെ ആഭ്യന്തരമന്ത്രി പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, അതിനകത്തില്ലാത്തവർ പുറത്തു പോകേണ്ടവരാണ് എന്ന് പറയുന്നിടത്താൻ, അഥവാ SIR പൗരത്വവുമായി ബന്ധിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ റമദാനിലും മൊബ് ലിഞ്ചിങ് നടന്നു എന്നത് നിങ്ങൾ മറന്നുപോകാൻ പാടില്ല. മൊബ് ലിഞ്ചിങ് ഇന്ന് നോർമലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ആമിർ ഖാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ 28 വയസ്സാ, വിശുദ്ധ റമദാനിൽ പഴം പച്ചക്കറി മാർക്കറ്റിലേക്ക് തന്റെ ട്രക്ക് സാധനങ്ങളുമായി പുലർച്ചെ വീട്ടിൽ നിന്നിറങ്ങി, എന്നിട്ട് ചരക്കുമായിട്ട് വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് തടഞ്ഞു വെച്ച അദ്ദേഹത്തെ ഗോരക്ഷാ പ്രവർത്തകർ വെടിയുതിർത്ത് കൊല്ലുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ അർത്ഥത്തിൽ നിഷ്ഠൂരമായി വധിച്ചോ. നിങ്ങൾക്കറിഞ്ഞുകൂടെ, റിയാദ് ഉനൈസ് ഖാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, 12 വയസ്സുള്ള കുട്ടി, തന്റെ കളിക്കൂട്ടുകാരുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അദ്ദേഹത്തിന്റെ ഉമ്മ പറഞ്ഞു, മോനെ നോമ്പാൻ, ഇപ്പോൾ നീ ഇറങ്ങേണ്ടതില്ല. പക്ഷെ കളിക്കൂട്ടുകാരുടെ വിളിക്കുത്തരം നൽകിയിട്ട് ആ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി. അവന്റെ കളിക്കൂട്ടുകാരോടൊപ്പം കളിച്ചോ. അതിനിടക്ക് അവന്റെ നെറ്റിത്തടത്തിൽ വെടിയുതിർത്തിട്ടാണ് ഈ പിഞ്ചു ബാലനെ വധിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പറയുന്നത് അതേപോലെ തന്നെ ഗംഗാ നദിയിൽ ഇഫ്താർ പാട്ട് നടത്തിയവർ അറസ്റ്റിലാണ്. നാം ജീവിക്കുന്ന ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുന്ന വംശവരയുടെ അപകടകരമായ പൊതുപ്രവണതയിലേക്കുള്ള സൂചന മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാലോ, നൂറുകണക്കിന് ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ UAP ചുമത്തപ്പെട്ട് ജയിലടക്കപ്പെട്ടിട്ടുണ്ട്. പരപ്പനക്കാരിലെ സെക്കരിയ നമ്മുടെ മുമ്പിൽ ഏറ്റവും നല്ല ഉദാഹരണമാണ്. 17ാമത്തെ വയസ്സിലകത്താകാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നത്, അവരോടുള്ള ഐക്യദാർഢ്യം കൂടിയാണ് നമ്മുടെ പെരുന്നാൾ എന്നുള്ളതാണ്. അവർക്ക് ഉമ്മയുണ്ട്, അവർക്ക് മക്കളുണ്ട്, അവരെ കാത്തിരിക്കുന്ന ഉപ്പമാരുണ്ട്. എല്ലാം
നഷ്ടപ്പെട്ട അനാഥരായ സന്താനങ്ങളുണ്ടോ അവരെ വിസ്മരിച്ചുകൊണ്ട് എന്ത് പെരുന്നാളാണ്. അതുകൊണ്ട് ലോകത്തിലുള്ള മുഴുവൻ മർദ്ദിത ജനവിഭാഗത്തോടുമുള്ള ഐക്യദാർഢ്യം കൂടിയാണ് നമ്മുടെ പെരുന്നാൾ. ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു, നമുക്കറിയാം വംശവരി പോലെ തന്നെ നമ്മുടെ രാജ്യത്ത് നിന്ന് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് യുദ്ധവരി എന്ന് പറയുന്നത്. കാരണം സാമ്പത്തികമാണ്, അതുപോലെ തന്നെ സൈനികമാണ്, അതോടൊപ്പം തന്നെ വംശീയമാണ്. അതിനേക്കാൾ ഉപരി ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന അജണ്ടയാ. നിങ്ങൾക്കറിയാം ഇറാഖിനെ തകർത്തോ, അഫ്ഗാനിനെ തകർത്തോ, സിറിയയെ തകർത്തോ, ഗസയിൽ ഇപ്പോഴും തീ ബോംബ് വർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനി ശുദ്ധ റമദാനിൽ പോലോ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയണം, 2023 ഇറാഖിനെതിരെ ആക്രമണം നടത്തുമ്പോൾ എന്താണ് പറഞ്ഞത്? ഏറ്റവും വലിയ രാസായുധം അവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. രാസായുധവും ജൈവായുധവും ഉണ്ട്. എന്നിട്ട് എന്താ സംഭവിച്ചത്? സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റി എന്നത് കഴിഞ്ഞാൽ ഇന്ന് ഇറാഖ് നരകയാതെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അഫ്ഗാൻ അങ്ങനെയാണ്, സിറിയയിൽ അങ്ങനെയാണ്. അഥവാ രക്ഷകന്റെ വേഷമണിഞ്ഞുകൊണ്ട് ലോക പോലീസ് ചമഞ്ഞുകൊണ്ട് അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും ഇന്ന് ആ അർത്ഥത്തിലുള്ള വെപ്പൺ ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവരെ വകവരുത്തിയത്. അവശേഷിക്കുന്ന ഗ്രേറ്റർ ഇസ്രായേലിന്റെ മുമ്പിലുള്ള തടസ്സം എന്ന അർത്ഥത്തിൽ ഇറാനെ കൂടി തകർക്കാനാണ് അവർ തീരുമാനിച്ചത്. ആരാണ് പറയുന്നത്? ആണവായുധം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്ന് ഭയപ്പെടുത്തു എന്നാണ് പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളറിയുക, ആണവായുധം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്ന് ഇറാനെ കുറിച്ച് സംശയം പ്രകടിപ്പിക്കുന്ന അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിൽ നാഗാസാക്കിയത് മനുഷ്യർക്ക് നേരെ ആണവായുധം പ്രയോഗിച്ചവരാണ്. ഇസ്രായേൽ അത്തരത്തിലുള്ള മാരകായുധങ്ങൾ പ്രയോഗിച്ചുകൊണ്ടേയിരിക്കുന്നവരാണ്. എന്നിട്ട് പരമോന്നത ആത്മീയ നേതാവിനെ വധിക്കുക, സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ യുദ്ധം ചെയ്യുക. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു, യുദ്ധത്തിൽ നിരകളാക്കപ്പെടുന്ന മർദ്ദിതരോടൊപ്പമാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ഉണ്ടാകേണ്ടത്. തെഹ്റാൻ കത്തുന്നു, അതുപോലെ തന്നെ ഇസ്ഫഹാൻ കത്തുന്നു, ബൈറൂത്ത് കത്തുന്നു. അന്യായമായി രാജ്യത്തിന്റെ പരമാധികാരത്തെ സാമ്രാജ്യത്വ ശക്തികളും സയനിസ്റ്റ് ശക്തികളും ഇന്ന് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഗൾഫിൽ അരക്ഷിതരാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഖത്തറിൽ, അതുപോലെ തന്നെ UAE-യിൽ, അതുപോലെ തന്നെ സൗദിയിൽ അവരോട് നമുക്ക് കടപ്പാടുണ്ട്. അവരെ നമ്മുടെ പ്രാർത്ഥനയിൽ ചേർത്ത് നിർത്തേണ്ടതുണ്ട്. വെൽസിനെ മാത്രമല്ല, ഞാൻ പറയുക, ലോകത്തെ തന്നെ ഏറ്റവും മുനമ്പിൽ, ലോകത്തെ തന്നെ പ്രതിസന്ധിയുടെ മുനമ്പിലേക്കാണ് സാമ്രാജ്യ ശക്തികളും സൈനിക ശക്തികളും കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ലോകത്തെ യുദ്ധക്കൊതിയന്മാർ ചുറ്റിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തത്തെ അപലപിക്കുവാനും അതിനിരകളാക്കപ്പെടുന്ന ജനവിഭാഗത്തോട് ഐക്യദാർഢ്യപ്പെടുവാനും അതോടൊപ്പം തന്നെ മർദ്ദക ഭരണകൂടങ്ങളോടുള്ള പ്രതിഷേധം ഉയർത്താനും തക്ബീർ ധ്വനികൾ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗൾഫ് മലയാളികൾ നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ടത് ഒരൊറ്റക്കാരും കൂടി പറയുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നിങ്ങൾക്ക് സിയാറത്ത് 3 പള്ളിയിലാണ്. ആ 3 പള്ളിയിൽ പ്രവാചകൻ പറഞ്ഞു, ഒന്ന് മസ്ജിദുൽ ഹറാം, ഒന്ന് മസ്ജിദുൽ ഹറാമാണ്, മസ്ജിദ് ഹാദാ, രണ്ടാമത്തേത് മസ്ജിദ് നബവിയ, മൂന്നാമത്തേത് പ്രവാചകൻ പറഞ്ഞത് വൽ മസ്ജിദുൽ അഖ്സ, ബൈത്തുൽ മുഖദ്ദസാൻ. ബൈത്തുൽ മുഖദ്ദസിന്ന നിങ്ങൾക്കറിയാവുന്നതുപോലെ സയനിസത്തിന്റെ തോക്കിൻ വനമ്പിലാണ്. മസ്ജിദുൽ അഖ്സ എങ്ങനെയാണ്? ഇനി അവശേഷിക്കുന്ന 2 മസ്ജിദ് എന്ന് പറയുന്ന ഹറം എന്ന് പറയുന്നത് മദീന മുനവ്വറയും മക്കയുമാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന അജണ്ട അവിടം വരെ നീണ്ടു നിൽക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ഉണ്ടാകണം, നമ്മുടെ ഐക്യദാർഢ്യം ഉണ്ടാകണം. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രാർത്ഥനയിൽ ഈ മുഴുവൻ മർദ്ദിത ജനവിഭാഗവും ഉണ്ടാകണം. ഞാൻ പറയുക, മുസ്ലിങ്ങളെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരെന്നോ ഇതുപോലുമില്ല. മുഴുവൻ മർദ്ദിതർക്കും വേണ്ടി സംസാരിക്കാൻ, മുഴുവൻ മർദ്ദിതർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ കൽപ്പിക്കപ്പെട്ട ഒരു ഉമ്മത്താണ് നമ്മുടെ ഉമ്മത്ത് എന്ന് പറയുന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ പെരുന്നാൾ സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ, സഹവർത്തിത്വത്തിന്റെ, ചേർത്തുനിർത്തലിന്റെ പെരുന്നാളാണ്. മർദ്ദിതരോടുള്ള ഐക്യദാർഢ്യത്തിന്റെ പെരുന്നാളാണ്. മർദ്ദക ഭരണകൂടത്തോട് തക്ബീർ ധ്വനികൾ കൊണ്ടുള്ള പെരുന്നാളാണ്. ഇറാനിലെ ഒരു വനിതയുടെ അല്ലാഹു അക്ബർ വിശദീകരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇറാനിലെ വനിത അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ട്, ഇസ്ലാമോഫോബിയുടെ കാലത്ത് ഞങ്ങൾ പറയുന്ന അല്ലാഹു അക്ബർ കേൾക്കുമ്പോൾ അതൊരു ബോംബാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഞങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് നിങ്ങളുടെ ടാങ്കിനേക്കാളും നിങ്ങളുടെ മിസൈലിനേക്കാളും നിങ്ങളുടെ ശക്തമായ പ്രഖരശേഷിയുള്ള ആയുധങ്ങളെക്കാളും ഞങ്ങൾക്ക് വലുത് അല്ലാഹുവാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ ഭയപ്പെടാത്തത് എന്നൊരു വനിത ലോകത്തോട് സംസാരിക്കുകയുണ്ടായി. ഞാൻ പറയുന്നത് അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് നമ്മെ വാനോളം മഹത്വത്തിലേക്ക് എത്തുന്ന, എല്ലാ ആത്മചിന്തകളിൽ നിന്നും മോചിപ്പിക്കുന്ന, എല്ലാ മർദ്ദിതരോടും ഐക്യദാർഢ്യപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വചനമാണ്. ആ അർത്ഥത്തിൽ ഈ ഈദുൽ ഫിത്തർ ഭംഗിയായി ആഘോഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളുടെ നോമ്പ് നീ സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങളുടെ നമസ്കാരം നീ സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങളുടെ ഖിയാമുൽ ലൈൽ നീ സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങളുടെ സദഖ ദാനധർമ്മങ്ങൾ നീ സ്വീകരിക്കണേ റബ്ബേ.
പടച്ചവനെ اللهم ربنا تقبل منا صلاتنا وصيامنا وركوعنا وسجودنا وقعودنا وتخشعنا وتضرعنا وتمن تقصيرنا يا رب العالمين. പടച്ച റബ്ബേ, ഈ നാടിനെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. ഞങ്ങളുടെ യുവാക്കളെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. ഈ സമൂഹത്തെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ചവരെ, സമാധാനം പുലരുന്ന ഒരു നാട്, സമാധാനവും സ്നേഹവും സഹവർത്തിത്വവും കളിയാടുന്ന ഒരു നാട്, അത് കളിയാടുന്ന ഒരു ലോകം നീ തന്നെ പറഞ്ഞല്ലോ, നീ തന്നെ പഠിപ്പിച്ചല്ലോ. നിർഭയത്വം തുറുമ്പുന്ന നാടാണ് ദീനെന്ന് താല്പര്യമെന്ന അതിനുള്ള നാട്, എല്ലാ നിരപരാധികളായ മനുഷ്യർക്കും സ്വാതന്ത്ര്യം ഉദ്ഘോഷിക്കാൻ കഴിയുന്ന നാട്. അത്തരം ഒരു നാട് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. പടച്ച റബ്ബരാനെ, ഞങ്ങളുടെ വീഴ്ചയിൽ നിങ്ങൾക്ക് നീ പുറത്തു തന്നെ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങൾക്ക് രോഗികളുണ്ട്, അവർക്ക് നീ ശിഫ നൽകണേ റബ്ബേ. ഞങ്ങൾ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, അവർക്ക് നീ ആശ്വാസം നൽകണേ റബ്ബേ. اللهم تكر رقابنا ورقاب آبائنا وأمهاتنا وإخواننا وأخواتنا وأبنائنا وبناتنا وأهلنا ومن له حقا علينا والمسلمين من النار. اللهم اهدنا على الإيمان وتوفنا على الإسلام. اللهم وارزقنا توبة قبل الموت وشهادة عند الموت وتثبيتا عند السؤال ورحمة تدخلنا بها جنتك يا رب العالمين. اللهم إني أعوذ بك من الجبن وأعوذ بك من البخل وأعوذ بك من أن أرزل الأمر وأعوذ بك من فتنة الدنيا وعذاب القبر يا رب العالمين. اللهم انصر المجاهدين في إيران وفلسطين وفي أنحاء العالم يا رب العالمين. اللهم انصرهم وارزقهم القوة والصبر واربط على قلوبهم وأنزل عليهم من رحمتك يا رب العالمين. اللهم داوي درهاهم، اللهم داوي درهاهم واشف مرضاهم وتقبل موتاهم. اللهم ارزق أهل فلسطين وإيران الثبات والنصر والتمكين يا رب العالمين. اللهم اعز أهل المجاهدين من كيد الظالمين وأيدهم بنصرك وقوتك يا رب العالمين. اللهم كن لهم عونا ونصيرا يا رب العالمين. اللهم دمر أعداءك أعداء الدين. اللهم شتت شملهم، اللهم شتت شملهم، اللهم فرق جمعهم. اللهم اجعل الدائرة عليهم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين آمين برحمتك يا أرحم الراحمين.